JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ 26-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അപകടകരവും നിയമവിരുദ്ധവുമാണ്. ഹാൻഡ്സ് ഫ്രീ ഉപകരണം ഉപയോഗിച്ചാണെങ്കിൽ പോലും ഡ്രൈവിംഗിൽ ശ്രദ്ധ കുറയും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാഹനം പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ പോലും വാഹനം സുരക്ഷിതമായി നിർത്തിയതിനു ശേഷം മാത്രമേ ഫോൺ ഉപയോഗിക്കാവൂ. അപ്പോൾ വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ ഓടുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റോഡ് ജംഗ്ഷനിൽ മഞ്ഞ ലൈറ്റ് മിന്നിമറയുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒരു റോഡ് ജംഗ്ഷനിൽ മഞ്ഞ ലൈറ്റ് മിന്നിമറയുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മഞ്ഞ മിന്നുന്ന ലൈറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ്? സമീപത്തുള്ള ട്രാഫിക്കിന് മുൻഗണന ഉണ്ടായിരിക്കാമെന്നോ അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായേക്കാമെന്നോ ആണ്. അതിനാൽ വേഗത കുറച്ച് ഇരുവശങ്ങളിലേക്ക് നോക്കി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി അല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ചിഹ്നം എന്താണ്? ഒരു വൃത്തത്തിനുള്ളിൽ ഒരു വലിയ ഇംഗ്ലീഷ് അക്ഷരം പി, അതിനെ ഒരു ചരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു വലിയ അക്ഷരം, അതായത് പി, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചിഹ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പാർക്കിംഗ് ഇല്ല എന്നാണ് സൂചന. അതായത് ഒരു വൃത്തത്തിനുള്ളിൽ പി അക്ഷരവും അതിനെ കുറുകെ മുറിക്കുന്ന ഒരു ചെരിച്ച വരയും കണ്ടാൽ അത് നോ പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്കിംഗ് പാടില്ല എന്ന് അർത്ഥമാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു സ്കൂളിന്റെ അടുത്തുകൂടി പോകുമ്പോൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? നിങ്ങൾ സാധാരണ വണ്ടി ഓടിക്കുന്ന എല്ലാവരും സ്കൂളിൻ്റെ അടുത്തൂടെയൊക്കെ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ കുട്ടികളെ നിരീക്ഷിക്കുക. സ്കൂളിന്റെ അടുത്തൂടെ പോകുമ്പോൾ കുട്ടികൾ അപ്രതീക്ഷിതമായ റോഡിലേക്ക് ഓടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? എന്തിന് കാരണമാകും? പ്രതികരണ ശേഷി കുറയുന്നു. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈവറുടെ പ്രതികരണ ശേഷി, ഏകോപനം, കാഴ്ചശക്തി എന്നിവയെ സാരമായി ബാധിക്കും. ഇത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകും. ഇത് നിയമവിരുദ്ധവുമാണ്. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എന്തിന് കാരണമാകും? പ്രതികരണ ശേഷി കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണോ? നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ ഇതിന് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും.
4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അതെ, നിയമപ്രകാരം അത് നിർബന്ധമാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് അപകടങ്ങളിൽ നിന്ന് ഡ്രൈവറെയും യാത്രക്കാരെയും സംരക്ഷിക്കാൻ സഹായിക്കും. ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഡ്രൈവറും മുൻസീറ്റിൽ യാത്രക്കാരനും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്കും റോഡിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ മതിയായ ദൂരം, റോഡിന്റെ വീതി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഓവർടേക്ക് ചെയ്യുക. അശ്രദ്ധമായ ഓവർടേക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുന്നിലും പിന്നിലും വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് സുരക്ഷിതമായി ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ചിഹ്നം പറയാം. ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഇടത്തോട്ടുള്ള വളവാണ് ശരി ഉത്തരം. അതായത് ഈ ചിഹ്നം, അതായത് എന്താണ് ചിഹ്നം? ഒരു ത്രികോണത്തിനുള്ള ഒരു വളഞ്ഞ അമ്പടയാളം ഇടത്തേക്ക് വളയുന്നു. ഈ ചിഹ്നം മുന്നോട്ട് ഒരു ഇടത്തോട്ടുള്ള വളവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർ വേഗത കുറച്ച് ശ്രദ്ധയോടെ വളവ് തിരിയണം. അടുത്ത ക്വസ്റ്റ്യൻ. രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഹെഡ്ലൈറ്റുകൾ ഡിം ചെയ്ത് വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. രാത്രികാലങ്ങളിലൊക്കെ കാഴ്ച കുറവായതിനാൽ അതീവ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് അല്ലേ. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ തടസ്സമാകാത്ത രീതിയിൽ ഹെഡ്ലൈറ്റുകളൊക്കെ ഡിം ചെയ്യുകയും വേഗത കുറച്ച് ശ്രദ്ധയോടെ കൂടിയൊക്കെ ഓടിക്കുകയൊക്കെ വേണം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിൽ കാറ്റിന്റെ അളവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിൽ കാറ്റിന്റെ അളവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ടയർ പെട്ടെന്ന് തേയ്മാനം വരും. ടയർ പെട്ടെന്ന് തേയ്മാനം വരും. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളൊരു സീബ്ര ക്രോസിംഗിന് സമീപം എത്തുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു സീബ്ര ക്രോസിംഗിന് സമീപം എത്തുമ്പോൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകുക. സീബ്ര ക്രോസിംഗുകൾ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള ഒരു സ്ഥലമാണ് അല്ലേ. ഇവിടെ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ഉണ്ട്. അതിനാൽ സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാരുണ്ടെങ്കിൽ വാഹനം നിർത്തി അവർക്ക് കടന്നു പോകാൻ അവസരം നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഈ ട്രാഫിക് ചിഹ്നം ഏതാണെന്ന് പറയാം. ഒരു ചതുരത്തിനുള്ളിൽ ഒരു ആശുപത്രിയുടെ ചിഹ്നം, സാധാരണയായി ഒരു വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന കുരിശ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഹോസ്പിറ്റൽ എന്ന് നൽകുന്ന സൂചന അല്ലേ. ചുവന്ന കുരിശ് ചിഹ്നം ചിലപ്പോൾ എച്ച് അക്ഷരം ആശുപത്രിയെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം കാണുന്നിടത്ത് സമീപത്ത് ആശുപത്രി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കുക. ബ്രേക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് അല്ലേ. ഇത് പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും കൂട്ടിയിടികൾക്ക് കാരണമാവുകയും ചെയ്യും. അതിനാൽ ബ്രേക്ക് ലൈറ്റുകൾ ഉടൻ തന്നെ നന്നാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നോ എൻട്രി ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം?
നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഒരു നോ എൻട്രി ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ആ റോഡിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അതായത് നോ എൻട്രി ചിഹ്നം സാധാരണയായി ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു വെള്ള വര, ഒരു പ്രത്യേക ദിശയിൽ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഈ ചിഹ്നം കണ്ടാൽ ആ റോഡിലേക്ക് വാഹനവുമായി പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് മുൻപിലുള്ള വാഹനങ്ങളിൽ നിന്ന് കൂടുതൽ ദൂരം പാലിക്കുക. അതായത് മഴയുള്ളപ്പോൾ റോഡുകൾ വഴുവഴുപ്പുള്ളതാവുകയും കാഴ്ച കുറയുകയൊക്കെ ചെയ്യും. ഇത് ബ്രേക്കിംഗ് ദൂരം കൂട്ടുകയും വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. അതിനാൽ വേഗത കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് സാധാരണയേക്കാൾ കൂടുതൽ ദൂരം പാലിക്കുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ റോഡിന്റെ നടുവിലൂടെ പോകുന്ന ഒരു വളഞ്ഞ അമ്പടയാളം മധ്യഭാഗത്ത് നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പിരിയുന്നു. അങ്ങനെ ഒരു ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ റോഡിന്റെ നടുവിലൂടെ പോകുന്ന ഒരു വളഞ്ഞ അമ്പടയാളം മധ്യഭാഗത്ത് നിന്ന് ഇടത്തോട്ട് വലത്തോട്ട് പിരിയുന്നു. അപ്പോൾ ഇത് കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? റോഡ് രണ്ടായിട്ട് പിരിയുന്നു. ഡിവൈഡഡ് റോഡ് എന്നാണ് ശരി ഉത്തരം. അതായത് ഈ ചിഹ്നം മുന്നോട്ട് പോകുമ്പോൾ റോഡ് രണ്ടായി പിരിയുന്നു അല്ലെങ്കിൽ ഒരു ഡിവൈഡഡ് റോഡ് തുടങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർമാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പിന്നിലുള്ള വാഹനത്തെ എങ്ങനെ സഹായിക്കണം? വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന അവസരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പിന്നിലുള്ള വാഹനത്തെ എങ്ങനെ സഹായിക്കണം എന്ന് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അനാവശ്യമായി ബ്രേക്ക് ചെയ്യരുത്. പെട്ടെന്നുള്ളതും അനാവശ്യവുമായ ബ്രേക്കിംഗ് പിന്നിലുള്ള വാഹനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും കൂട്ടിയിടിക്ക് കാരണമാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സുഗമമായ ഡ്രൈവിംഗും കൃത്യമായ സിഗ്നലുകളും പിന്നിലുള്ള ഡ്രൈവർമാർക്ക് സഹായകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തു ചെയ്യണം? അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? കഴിവുള്ള അത്രയും സഹായം നൽകുകയും അടിയന്തര സേവനങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കേണ്ടത് ഒരു ഡ്രൈവറുടെ ധാർമ്മികവും നിയമപരമായ കടമയാണ്. സുരക്ഷിതമായി പ്രാഥമിക ശുശ്രൂഷ നൽകാനും ആംബുലൻസ്, പോലീസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ അറിയിക്കാനും ശ്രദ്ധിക്കുക. അവരെ അപകട സ്ഥലത്തു നിന്നും മാറ്റാൻ ശ്രമിക്കരുത്. വിദഗ്ധരുടെ സഹായം തേടുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹിൽ സ്റ്റേഷനുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്തു മുൻകരുതലാണ് എടുക്കേണ്ടത്? ഹിൽ സ്റ്റേഷനുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. വളവുകളിൽ ഹോൺ മുഴക്കി ശ്രദ്ധയോടെ പോകുക. ഹിൽ സ്റ്റേഷനുകളിൽ റോഡുകൾക്ക് കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ മൂർച്ചയുള്ള വളവുകളൊക്കെ ഉണ്ടാകും. വളവുകളിൽ ഹോൺ മുഴക്കുന്നത് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും. താഴ്ന്ന ഗിയറിൽ ഓടിക്കുകയും അമിതമായി ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൺ വേ റോഡിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഒരു വൺ വേ റോഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. അനുവദനീയമായ ദിശയിൽ മാത്രം ഓടിക്കുക. അനുവദനീയമായ ദിശയിൽ മാത്രം ഓടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ് നേടുന്നതിന് കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ് നേടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 20 വയസ്സാണല്ലേ. ഇന്ത്യയിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ഓടിക്കാൻ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. എന്നാൽ ഹെവി വെഹിക്കിളുകൾ, അതായത് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഒക്കെ ഓടിക്കുന്നതിന് കുറഞ്ഞത് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ.
ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വൃത്തത്തിനുള്ളിൽ 50 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു വൃത്തത്തിനുള്ളിൽ 50 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നം കണ്ടാൽ, ട്രാഫിക് ചിഹ്നം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പരമാവധി വേഗത 50 km/h. ഒരു വൃത്തത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ സംഖ്യ ആ റോഡിലെ അനുവദനീയമായ പരമാവധി വേഗതയെ, അതായത് മാക്സിമം സ്പീഡ് ലിമിറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം കണ്ടാൽ 50 km/h കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. റോഡിലെ വരകൾ, റോഡ് മാർക്കിങ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആർക്കൊക്കെ അറിയാം ആ ചോദ്യത്തിന് ഉത്തരം? റോഡിലെ വരകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, റോഡിലെ വരകളൊക്കെ. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ട്രാഫിക് നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകാനുമാണ് എന്തിനാണ് റോഡിലെ വരകൾ. റോഡിലെ വെളുത്തതും മഞ്ഞ നിറത്തിലുള്ളതുമായ വരകൾ, അതായത് സോളിഡ് ലൈനുകളും ഡാഷ്ഡ് ലൈനുകളും സീബ്ര ക്രോസിങ്ങുകളൊക്കെ ഗതാഗതത്തെ നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് ദിശാബോധം നൽകാനും ഓവർടേക്കിംഗ് എവിടെ അനുവദനീയമാണ് തുടങ്ങിയ വിവരങ്ങൾ നൽകാനും സഹായിക്കുന്നു. അപ്പോൾ ഈ റോഡിലെ വരകളൊക്കെ ട്രാഫിക് നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകാനുമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പരിശോധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ടയർ പ്രഷർ, ഓയിൽ ലെവല്, ലൈറ്റുകൾ, ഹോൺ എന്നിവയെല്ലാം പരിശോധിക്കണം. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വാഹനം പുറപ്പെടുന്നതിന് മുമ്പ് ടയർ പ്രഷർ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളന്റ്, ലൈറ്റുകൾ, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ടേൺ സിഗ്നൽ, ഹോൺ, വൈപ്പറുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു കാറിന്റെ ചിത്രം അല്ലെങ്കിൽ കാറിന്റെ ചിത്രത്തിന് മുകളിലൂടെ ഒരു ചെരിച്ച വര ഉള്ള ഒരു ട്രാഫിക് ചിഹ്നം കണ്ടാൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുവന്ന വൃത്തത്തിനുള്ളിൽ ഒരു കാറിന്റെ ചിത്രം അല്ലെങ്കിൽ കാറിന്റെ ചിത്രത്തിന് മുകളിലൂടെ ഒരു ചെരിച്ച വര, ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? കാറുകൾക്ക് പ്രവേശനമില്ല, കാറുകൾക്ക് പ്രവേശനമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ കണ്ടാൽ അവിടേക്ക് കാറുകൾക്ക് പ്രവേശനമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ട്രാഫിക് പോലീസിനെയോ അധികാരികളെയോ അറിയിക്കുക. അപകടകരമായ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നത് മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ സ്വയം ഇടപെടാതെ ട്രാഫിക് പോലീസിനെയോ മോട്ടോർ വാഹന വകുപ്പിനെയോ വിവരം അറിയിക്കുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം വലത്തേക്ക് വളയുന്നു. ഇങ്ങനെയുള്ള ട്രാഫിക് ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു വളഞ്ഞ അമ്പടയാളം വലത്തേക്ക് വളയുന്ന രീതിയിൽ, അത് കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വലത്തോട്ടുള്ള വളവ്. ഈ ചിഹ്നം മുന്നോട്ട് ഒരു വലത്തോട്ടുള്ള വളവ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രൈവർ വേഗത കുറച്ച് ശ്രദ്ധയോടെ വളവ് തിരിയണം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹന ഇൻഷുറൻസ് എന്തിന് നിർബന്ധമാണ്? വാഹന ഇൻഷുറൻസ് എന്തിന് നിർബന്ധമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ ബി ആണല്ലേ. അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനും നിയമപരമായ ബാധ്യതകൾക്കും വാഹന നിയമം അനുസരിച്ച്, മോട്ടോർ വാഹന നിയമമൊക്കെ അനുസരിച്ച് റോഡിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും കുറഞ്ഞത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇത് അപകടമുണ്ടായാൽ മറ്റു വ്യക്തികൾക്കോ വസ്തുവകകൾക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക്
നഷ്ടപരിഹാരം നൽകാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളൊരു ബസ്സോ മറ്റു പൊതുഗതാഗത വാഹനമോ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾ ഒരു ബസ്സോ മറ്റു പൊതുഗതാഗത വാഹനമോ യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വേഗത കുറച്ച് ശ്രദ്ധയോടെ അവരെ കടന്നു പോവുക. പ്രത്യേകിച്ച് യാത്രക്കാർ റോഡിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ ബസ്സുകളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന യാത്രക്കാര്, പ്രത്യേകിച്ച് കുട്ടികൾ, അപ്രതീക്ഷിതമായി റോഡിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് അല്ലേ. അതിനാൽ അത്തരം വാഹനങ്ങളെ കടന്നു പോകുമ്പോൾ വേഗത കുറയ്ക്കുകയും അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവന്ന ട്രാഫിക് ലൈറ്റ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? വാഹനം ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിലൊക്കെ ചുവന്ന ട്രാഫിക് ലൈറ്റുകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലേ. അത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ലൈനിന് പിന്നിൽ വാഹനം പൂർണ്ണമായും നിർത്തുക. ചുവന്ന ലൈറ്റ് അതായത് സ്റ്റോപ്പ് എന്ന് അർത്ഥമാക്കുന്നു. ട്രാഫിക് ലൈറ്റുകൾ മുൻപിലുള്ള സ്റ്റോപ്പ് ലൈനിന് പിന്നിൽ വാഹനം പൂർണ്ണമായും നിർത്തണം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ള ഒരു റെയിൽവേ ട്രാക്കും ഒരു ട്രെയിനും ഉള്ള ഒരു ട്രാഫിക് ചിഹ്നം കണ്ടാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അൺമാൻഡ് റെയിൽവേ ക്രോസിംഗ്, കാവലില്ലാത്ത ലെവൽ ക്രോസിംഗ്. അതായത് ഈ ചിഹ്നം, അതായത് ഏത് ചിഹ്നമാണ്? ഒരു ത്രികോണത്തിനുള്ള ഒരു റെയിൽവേ ട്രാക്കും ഒരു ട്രെയിനും ഉള്ള ഒരു ചിഹ്നം കണ്ടാൽ കാവലില്ലാത്ത റെയിൽവേ ക്രോസിംഗ്, അൺമാൻഡ് ലെവൽ ക്രോസിംഗ് മുന്നിലുണ്ടെന്ന് ആ ചിഹ്നം സൂചിപ്പിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം ക്രോസിംഗ് കടന്നു പോകാൻ പാടുള്ളൂ. അതീവ ജാഗ്രത ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ എന്തു ചെയ്യണം? കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ നിങ്ങൾ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. കാൽനട യാത്രക്കാർക്ക് വേണ്ടത്ര സ്ഥലം നൽകി ശ്രദ്ധയോടെ അവരെ കടന്നു പോകുക. അതായത് ഈ ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. അവരെ കടന്നു പോകുമ്പോൾ വേഗത കുറയ്ക്കുകയും അവർക്ക് മതിയായ സുരക്ഷിത അകലം നൽകുകയും ചെയ്യേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 മാസം മുമ്പ് മുതൽ കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെ. അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 മാസം മുമ്പ് മുതൽ പുതുക്കുന്നതിന് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലാവധി കഴിഞ്ഞ് 1 വർഷം വരെ അധിക ഫീസ് ഇല്ലാതെ പുതുക്കാൻ അനുവാദമുണ്ട്. അതിനുശേഷം കാലതാമസത്തിന് പിഴ ഈടാക്കുകയും ചിലപ്പോൾ വീണ്ടും ടെസ്റ്റ് പാസ്സാകേണ്ടി വരികയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈക്കിൾ യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം? നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ സൈക്കിൾ യാത്രക്കാരെ കണ്ടാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അവർക്ക് മതിയായ സുരക്ഷിത അകലം നൽകി ഓവർടേക്ക് ചെയ്യുക, പ്രത്യേകിച്ച് തിരിയുന്ന വളവുകളിൽ. സൈക്കിൾ യാത്രക്കാര് റോഡിൽ ദുർബലരായ ഉപയോക്താക്കളാണ്. അവരെ ഓവർടേക്ക് ചെയ്യുന്ന അവസരത്തിൽ എപ്പോഴും മതിയായ സുരക്ഷിത അകലം, അതായത് ഏകദേശം 1.5 മീറ്റർ പാലിക്കുകയും വളവുകളിലും മറ്റും അപകടകരമായ സാഹചര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര വർഷമാണ്? എത്ര വർഷമാണ്?
15 വർഷമാണ് അല്ലേ? ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? 15 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. അപകടകരമായ സാഹചര്യങ്ങളിൽ അടിയന്തരമായി നിർത്താൻ ആവശ്യമായ ദൂരം എന്താണ്? ഇപ്പോൾ അപകടകരമായ ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യങ്ങൾ അടിയന്തരമായിട്ട് നിർത്താൻ ആവശ്യമായ ദൂരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പ്രതികരണ ദൂരവും ബ്രേക്കിംഗ് ദൂരവും ചേർന്നത്. അതായത് ഒരു ഡ്രൈവർ അപകടം കണ്ട് ബ്രേക്ക് ചവിട്ടാൻ തീരുമാനിക്കുന്ന വരെയുള്ള ദൂരത്തെ പ്രതികരണ ദൂരം എന്നും ബ്രേക്ക് ചവിട്ടിയ ശേഷം വാഹനം പൂർണ്ണമായി നിർത്താൻ എടുക്കുന്ന ദൂരത്തെ ബ്രേക്കിംഗ് ദൂരം എന്നും പറയുന്നു. ഈ രണ്ട് ദൂരങ്ങളുടെയും ആകെത്തുകയാണ് വാഹനം പൂർണ്ണമായി നിർത്താൻ ആവശ്യമായ ദൂരം. വേഗത കൂടുന്നതനുസരിച്ച് ഈ ദൂരങ്ങളും കൂടും. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു യു ടേൺ എടുക്കുന്നതിന്റെ ചിഹ്നം, അതിന് ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു യു ടേൺ എടുക്കുന്നതിന്റെ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. യു ടേൺ എടുക്കാൻ പാടില്ല. അതായത് ഒരു വൃത്തത്തിനുള്ളിൽ യു ടേൺ ചിഹ്നത്തെ കുറുകെ മുറിക്കുന്ന ചെരിച്ച വര ആ സ്ഥലത്ത് യു ടേൺ എടുക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും തിരക്കേറിയ റോഡുകളിലോ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലോ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിൽ അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന ഹോൺ ഉപയോഗിക്കുന്നത് നിയമപരമായി അനുവദനീയമാണോ? വാഹനത്തിൽ അനാവശ്യമായ ശബ്ദമുണ്ടാക്കുന്ന ഹോണ് ഉപയോഗിക്കുന്നത് നിയമപരമായി അനുവദനീയമാണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അല്ല, അത് ശബ്ദ മലിനീകരണമാണ്. അതായത് അനാവശ്യവും അമിതവുമായ ശബ്ദമുണ്ടാക്കുന്ന ഹോണുകൾ ഉപയോഗിക്കുന്നത് ശബ്ദ മലിനീകരണത്തിനും മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതിനും കാരണമാകും. നിയമപ്രകാരം ഇത്തരം ഹോണുകൾക്ക് വിലക്കുണ്ട്. ഹോൺ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുകയാണെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങളൊരു ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുകയാണെങ്കിൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വലതുവശത്തേക്ക് സിഗ്നൽ നൽകി വേഗത കുറച്ച് ശ്രദ്ധയോടെ തിരിയുക. ഏത് തിരിയലിനും മുൻപായും കൃത്യമായ സിഗ്നൽ നൽകുകയും വേഗത കുറച്ച് ശ്രദ്ധയോടെ മാത്രം തിരിയുകയും ചെയ്യണം. ടി ജംഗ്ഷനിൽ വലത്തേക്ക് തിരിയുമ്പോൾ വലത് സിഗ്നൽ നൽകി ട്രാഫിക് ശ്രദ്ധിച്ച് തിരിയുക. അടുത്ത ക്വസ്റ്റ്യൻ. ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുന്നതിന്റെ പിഴ എന്താണ്? ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിച്ചാൽ അതിന്റെ പിഴ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 5000 രൂപയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. മോട്ടോർ വാഹന നിയമം 2019 അനുസരിച്ച് ഇതിന് 5000 രൂപ പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഇത് അപകടങ്ങൾക്ക് കാരണമാവുകയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ഈ ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു ത്രികോണത്തിനുള്ള ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സീബ്ര ക്രോസിംഗ് മുന്നിലുണ്ട്. അതായത് ഈ ചിഹ്നം കണ്ടാൽ മുന്നിൽ ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും കാൽനട യാത്രക്കാർക്ക് വഴി നൽകാൻ തയ്യാറെടുക്കണമെന്നും സൂചിപ്പിക്കുന്നു. അതായത് ത്രികോണത്തിനുള്ളിൽ ഒരു കാൽനട യാത്രക്കാരൻ സീബ്ര ക്രോസിംഗിലൂടെ നടന്നു പോകുന്നു. ആ ട്രാഫിക് ചിഹ്നം കണ്ടാൽ മുന്നിൽ ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടെന്നും കാൽനട യാത്രക്കാർക്ക് വഴി നൽകാൻ തയ്യാറെടുക്കണമെന്നും സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ എന്തു ചെയ്യണം? വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ. സുരക്ഷിതമായ ഒരിടത്ത് നിർത്തി വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുക. ഉറക്കം ഡ്രൈവിംഗ് ശ്രദ്ധയെയും പ്രതികരണ ശേഷിയെയും സാരമായി ബാധിക്കും. ഉറക്കം തൂങ്ങിക്കൊണ്ട് വാഹനം ഓടിക്കുന്നത് വളരെ അപകടകരമാണ്. സുരക്ഷിതമായ ഒരിടത്ത് വാഹനം നിർത്തി മതിയായ വിശ്രമം എടുത്ത ശേഷം മാത്രം യാത്ര തുടരുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ഒരു വളവ് തിരിയേണ്ടതുണ്ടെങ്കിൽ ഏത് ഗിയർ ഉപയോഗിക്കണം? ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിങ്ങൾ ഒരു വളവ് തിരിയേണ്ടതുണ്ടെങ്കിൽ ഏത് ഗിയർ ഉപയോഗിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, താഴ്ന്ന ഗിയർ. ഒരു വളവ് തിരിയുമ്പോൾ വാഹനത്തിന് കൂടുതൽ നിയന്ത്രണവും കരുത്തും ആവശ്യമാണ്. അതിനാൽ വേഗത കുറച്ച് താഴ്ന്ന ഗിയറിലേക്ക് മാറ്റുന്നത് സുരക്ഷിതമായി വളവ് തിരിയാൻ സഹായിക്കും. ഉയർന്ന ഗിയറിൽ വാഹനം നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകൾ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിന്റെ ടയറുകൾക്കൊക്കെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, എത്രയും പെട്ടെന്ന് പുതിയ ടയറുകൾ മാറ്റുക. കാരണം തേയ്മാനം വന്ന ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കുറവായിരിക്കും. പ്രത്യേകിച്ച് മഴയുള്ള റോഡുകളിലൊക്കെ ഇത് ബ്രേക്കിംഗ് ദൂരം കൂട്ടുകയും വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ തേയ്മാനം വന്ന ടയറുകൾ ഉടൻ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ഒരു ഹോൺ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വൃത്തത്തിനുള്ളിൽ ഒരു ഹോൺ ചിഹ്നം, അതിനെ ഒരു ചെരിച്ച വര കുറുകെ മുറിച്ചിരിക്കുന്നു. ഈ ട്രാഫിക് ചിഹ്നം എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കണ്ടാൽ ഹോൺ ഉപയോഗിക്കാൻ. സീറ്റെയിൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? സീറ്റെയിൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഡീസൽ അല്ലേ. സീറ്റെയിൻ നമ്പർ ഡീസൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ ഉള്ള എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 1, 3, 4, 2. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ്? 1, 3, 4, 2. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏതാണ്? ട്രെയിൻ ആണല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. താഴെ പറയുന്നതിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ട്രെയിന്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തില് ആൾട്ടർനേറ്ററുടെ ഉപയോഗം. വാഹനത്തില് ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാഹനത്തില് ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? ബാറ്ററി ചാർജ് ചെയ്യാൻ. വാഹനത്തിൽ ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? ബാറ്ററി ചാർജ് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഫീലർ ഗേജ് ആണല്ലേ. ഫീലർ ഗേജ്. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫീലർ ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഡിഫറൻഷ്യൽ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഡിഫറൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏതു സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിച്ചോ? ഏതാണ്? തന്റെ വാഹനം
അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം, തൻ്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഹസാർഡ് വാർണിംഗ് ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഗോൾഡൻ അവർ. ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ട്രാഫിക് സൈൻ, നിങ്ങൾ കാണുന്ന ഈ ട്രാഫിക് സൈന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ വാഹനം നിർത്തുക, ഓപ്ഷൻ ബി നോ പാർക്കിംഗ്, ഓപ്ഷൻ സി അപകട മേഖല, ഓപ്ഷൻ ഡി റോഡ് അവസാനിക്കുന്നു. ഏതാണ് ഈ ട്രാഫിക് സൈൻ സൂചിപ്പിക്കുന്നത്? കണ്ടുപിടിച്ചോ? ഏതാണ്? വാഹനം നിർത്തുക. പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. വാഹനം, ഈ ട്രാഫിക് സൈൻ കണ്ടാൽ അന്നേരം ഉത്തരം എഴുതിക്കണം, വാഹനം നിർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഹെഡ് ഗാസ്കറ്റ് തകരാറാണ്. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ അന്നേരം മനസ്സിലാക്കണം എന്താണ്? ഹെഡ് ഗാസ്കറ്റ് തകരാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 5 കിലോമീറ്റർ വരെ 200 രൂപ. 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ മിനിമം വാടക 5 കിലോമീറ്റർ വരെ 200 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ മൂലമാണ്. ഫ്രിക്ഷൻ മൂലമാണ് വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത്. വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ബലം പ്രവർത്തിക്കുന്നത് ഏത് മൂലമാണ്? ഫ്രിക്ഷൻ മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ത്രികോണം. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി ത്രികോണം. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തില് OBD എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? എന്താണ്? മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? 12 മാസമാണ് അല്ലെ. BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 12 മാസം. അടുത്ത ക്വസ്റ്റ്യൻ, ABS എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ABS എന്നാൽ എന്ത്? പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. ABS എന്നാൽ എന്ത്? എന്താണ്?
ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ABS എന്നാൽ എന്ത്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? ഏത് സെക്ഷനാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സെക്ഷൻ 19. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ടാക്കോമീറ്റർ. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം ആണ്. ന്യൂഡൽഹി ആണല്ലേ. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണേ. പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? സെയിൽ ടാക്സ് ഓഫീസർ ആണല്ലേ. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ് സെയിൽ ടാക്സ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി എത്രയാണ്? എത്ര വർഷമാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി? 5 വർഷമാണ് അല്ലേ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി 5 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട പരമാവധി അകലം എത്രയാണ്? എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. റോഡിൽ കൂടെയൊക്കെ പലപ്പോഴും നമ്മൾ പോകുന്ന അവസരത്തിൽ വാഹനങ്ങളൊക്കെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട പരമാവധി അകലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 5 മീറ്റർ ആണല്ലേ. 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? പർച്ചേസ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ് അല്ലേ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് പർച്ചേസ് വാല്യൂ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്? ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, സാധാരണ PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് അല്ലേ. ഏതാണ്? പച്ചയാണ് അല്ലേ. പച്ച റിഫ്ലക്റ്റീവ് സ്റ്റഡ് ആണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 4 ആണല്ലേ. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം എത്രയാണ്? 4. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ലോഗ് ബുക്ക് ആണ് അല്ലേ. സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണമാണ് ലോഗ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സുരക്ഷിത അകലം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ്. അതാണ് ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? സുരക്ഷിത അകലം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, 4 വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിച്ച പരമാവധി വേഗത.
നാലുവരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിച്ച പരമാവധി വേഗത എത്ര km/h ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 90 km/h. അടുത്ത ക്വസ്റ്റ്യൻ, ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്ത്? ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്ത്? പലരും ഹെവി മോട്ടോർ വാഹനം എന്ന കേട്ടിട്ടുണ്ടാവും, പക്ഷേ അത് എന്താണ് എന്ന് അറിയത്തില്ല അല്ലേ. ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്താണ്? GVW greater than 12,000 kg. GVW greater than 12,000 kg. അടുത്ത ക്വസ്റ്റ്യൻ, IRDA എന്താണ്? IRDA എന്താണ്? IRDAയുടെ ഫുൾ ഫോം അറിയാത്ത ചുരുക്കം ചില കുട്ടികൾ പോലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ IRDA കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. IRDA എന്താണ്? എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗം. ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ECU ആണ്. ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗമാണ് ECU. അടുത്ത ക്വസ്റ്റ്യൻ, എയർ ബില്ലോ ഏത് വാഹന സിസ്റ്റത്തിന്റെ ഭാഗമാണ്? എയർ ബില്ലോ ഏത് വാഹന സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സസ്പെൻഷൻ. സസ്പെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് ഗിയർ ബോക്സിൽ? ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് ഗിയർ ബോക്സിൽ? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കോൺസ്റ്റാമേഷ് ഗിയർ ബോക്സ് ആണല്ലേ. കോൺസ്റ്റാമേഷ് ഗിയർ ബോക്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം. ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ, 1 മീറ്റർ ആണ് അല്ലെ. ചരക്കു വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിന്റെ പരമാവധി നീളം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 1 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, MB ആക്ട് സെക്ഷൻ 113 എന്തുമായി ബന്ധപ്പെട്ടതാകുന്നു? MB ആക്ട് സെക്ഷൻ 113 എന്തുമായി ബന്ധപ്പെട്ടതാകുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, അമിതഭാരം. MB ആക്ട് സെക്ഷൻ 113 അമിതഭാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യുക. വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ്. റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് ഏതാണ്? ഫുൾ കവർ ആണോ, തേർഡ് പാർട്ടി ആണോ, ലൈഫ് ഇൻഷുറൻസ് ആണോ? ഇവയൊന്നുമല്ല. ഏതാണ്? തേർഡ് പാർട്ടി ആണല്ലേ, തേർഡ് പാർട്ടി. ഡൈനാമോ ഏത് ഗണത്തിൽ പെടുന്നു? മോട്ടോർ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഡൈനാമോ ഏത് ഗണത്തിൽ പെടുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? മോട്ടോർ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഡൈനാമോ ഏത് ഗണത്തിൽ പെടുന്നു? ഏത് ഗണത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, DC ജനറേറ്റർ. DC ജനറേറ്റർ വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എൻജിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്തിനെ സൂചിപ്പിക്കുന്നു? എൻജിൻ പവറുമായി ബന്ധപ്പെട്ട
HP എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഹോഴ്സ് പവറുമാനെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയേറ്റർ സാധാരണയായി നിർമ്മിക്കുന്നത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? റേഡിയേറ്റർ സാധാരണയായി നിർമ്മിക്കുന്നത് ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? കോപ്പർ ആണല്ലേ. റേഡിയേറ്റർ സാധാരണയായി നിർമ്മിക്കുന്നത് കോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് എവിടെ? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഏതാണ് ശരി ഉത്തരം? പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് എവിടെ? കണ്ടുപിടിച്ചോ? എവിടെയാണ്? പിൻചക്രങ്ങളിലാണല്ലേ. പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിക്കുന്ന എവിടെ? പിൻചക്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. അപകടകരമായ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി. അപകടകരമായ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ടാക്കോമീറ്റർ എന്തളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടാക്കോമീറ്റർ എന്തളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? കണ്ടുപിടിച്ചോ? ഏതാണ്? എഞ്ചിൻ RPM അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ടാക്കോമീറ്റർ എഞ്ചിൻ RPM അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എഞ്ചിൻ ഓയിലിന്റെ അളവ് നോക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നോക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? എഞ്ചിൻ ഓയിലിന്റെ അളവ് നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡിപ്സ്റ്റിക് ആണ് അല്ലെ. ഡിപ്സ്റ്റിക് ഓർത്തിരുന്നോണം. ഡിപ്സ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ. പെട്രോൾ ഡീസൽ വണ്ടികളിൽ പൊതുവായി ഇല്ലാത്ത ഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സ്പാർക്ക് പ്ലഗ് ആണ് അല്ലെ. പെട്രോൾ ഡീസൽ വണ്ടികളിൽ പൊതുവായി ഇല്ലാത്ത ഭാഗം ഏതാണ്? സ്പാർക്ക് പ്ലഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം. സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഹൈഡ്രോമീറ്റർ. ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതത്തിൽ ഇപ്പോൾ നിലവിലുള്ള മലിനീകരണ മാനദണ്ഡം ഏതാണ്? BS4. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഏത് തരം ക്ലച്ചാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. മൾട്ടിപ്ലേറ്റ് ആണല്ലേ. മൾട്ടിപ്ലേറ്റ്. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഏതുതരം ക്ലച്ചാണ്? മൾട്ടിപ്ലേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകൾ ഏത് ആകൃതിയിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വൃത്തം. അടുത്ത ക്വസ്റ്റ്യൻ. എയർ കൂൾഡ് എൻജിൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എയർ കൂൾഡ് എൻജിൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഏതാണ് ശരി ഉത്തരം? സ്കൂട്ടർ ആണ് അല്ലെ. എയർ കൂൾഡ് എൻജിൻ സാധാരണ ഉപയോഗിക്കുന്നത് സ്കൂട്ടറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടയറും റോഡും തമ്മിലുള്ള എന്ത് ബന്ധമാണ് വാഹനങ്ങൾ ചലിക്കാൻ കാരണം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? കർഷണം അല്ലെ. ടയറും റോഡും തമ്മിലുള്ള കർഷണ ബന്ധമാണ് വാഹനങ്ങൾ ചലിക്കാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. റൂട്ട് പെർമിറ്റ് നൽകാനുള്ള അധികാരി ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? റൂട്ട് പെർമിറ്റ് നൽകാനുള്ള അധികാരി ആരാണ്? RTA ആണല്ലേ. RTA ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. 2 സ്ട്രോക്ക് എഞ്ചിനുകൾ കണ്ടുപിടിച്ചത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ദുഗാർഡ് ക്ലാർക്ക് ആണ് അല്ലെ. ദുഗാർഡ് ക്ലാർക്ക്.
ടു സ്ട്രോക്ക് എഞ്ചിനുകൾ കണ്ടുപിടിച്ചത് ദുഗാർഡ് ക്ലാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. എഞ്ചിൻ ടോർക്ക് അളക്കുന്ന യൂണിറ്റ്. എഞ്ചിൻ ടോർക്ക് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? എഞ്ചിൻ ടോർക്ക് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? NM ആണ് അല്ലെ. NM. എഞ്ചിൻ ടോർക്ക് അളക്കുന്ന യൂണിറ്റ് NM. അടുത്ത ക്വസ്റ്റ്യൻ. 7500 കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങളെ എന്തു പറയും? 7500 കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങളെ എന്തു പറയും? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? LMB. LMB. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് റിഫ്ലക്ടറിന്റെ ആകൃതി. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് റിഫ്ലക്ടറിന്റെ ആകൃതി. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് റിഫ്ലക്ടറിന്റെ ആകൃതി എന്താണ്? പാരാബോളിക് ആണ് അല്ലെ. പാരാബോളിക്. അടുത്ത ക്വസ്റ്റ്യൻ. വാഹനത്തിന്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലം. വാഹനത്തിന്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാഹനത്തിന്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലം ഏതാണ്? വീൽ ബേസ്. വീൽ ബേസ് ആണല്ലേ. വീൽ ബേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡീസലിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത്. ഡീസലിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത് 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഡീസലിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത് ഏതാണ്? സീറ്റെയിൻ ആണ് അല്ലെ. ഡീസലിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത് സീറ്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത്? ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? H2SO4. H2SO4 ആണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 205/55 R16 എന്ന ടയർ സൂചകത്തില് R എന്തിനെ സൂചിപ്പിക്കുന്നു? 205/55 R16 എന്ന ടയർ സൂചകത്തിൽ R എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? റേഡിയൽ. റേഡിയലിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തന തത്വം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. പാസ്കൽസ് ലോ ആണല്ലേ. പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിന്റെ പ്രവർത്തന തത്വം പാസ്കൽസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് EIB ഏത് തരം വാഹനമാണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഏത് തരം വാഹനമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ട്രാൻസ്പോർട്ട് വാഹനമാണ് അല്ലെ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഏത് തരം വാഹനമാണ്? ട്രാൻസ്പോർട്ട് വാഹനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.